ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടുക്കിയിൽ മുന്നൊരുക്കങ്ങളുമായി എൻഡിഎയും സജീവമാകുന്നു. ഇത്തവണയും ഇടുക്കി സീറ്റ് ബിഡിജെഎസിന് തന്നെയാകും നൽകുക. അങ്ങനെയെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായിരിക്കും. ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയുള്ള എൻഡിഎയുടെ പടയൊരുക്കം ഇടുക്കിയിൽ കനത്ത ത്രികോണ മത്സരത്തിന് കളമൊരുക്കും. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഒന്നുമായിട്ടില്ലെങ്കിലും ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ എൻഡിഎ മുന്നണിയും സജ്ജമാണ്. എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾക്കൊപ്പം എൻഡിഎയും വാർഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രാദേശിക തലത്തിലുള്ള വിലയിരുത്തലുകൾക്കായി നാളെ വാർഡ് തല യോഗങ്ങൾ ചേരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായാൽ പ്രചാരണ രംഗത്തേക്ക് സജീവമാകാൻ മുന്നണി പൂർണ്ണ സജ്ജമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാനാണ് ബി.ജെ.പി. ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഇത്തവണയും ഇടുക്കി മണ്ഡലം ബിഡിജെഎസിന് തന്നെയാകും. അങ്ങനെയെങ്കിൽ കനത്ത ത്രികോണ മത്സരത്തിന് കളമൊരുക്കി സ്ഥാനാർത്ഥിയായി എത്തുക ബിഡിജെഎസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ. ഇത് വിജയ പ്രതീക്ഷ നൽകുന്നുവെന്നാണ് നേതൃത്വം പറയുന്നത്. മണ്ഡലം ബിഡിജെഎസിന് വിട്ടുകൊടുത്തതിന് ശേഷമുണ്ടായിട്ടുള്ള വോട്ട് ശതമാനത്തിലെ വർധനവാണ് എൻഡിഎ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസത്തിന് കാരണം. 2014 ബി.ജെ.പി. പ്രതിനിധിയായി മത്സരിച്ച അഡ്വക്കേറ്റ് ഷിബു വർഗീസ് നേടിയത് 50,438 വോട്ടാണ്, 4.35%. എന്നാൽ 2019 ബിഡിജെഎസ് പ്രതിനിധി ബിജു കൃഷ്ണൻ നേടിയത് 78,648 വോട്ട്. വോട്ട് ശതമാനത്തിൽ ഇരട്ടി വർധനവുണ്ടായി. 4.35% വോട്ട് 2019 8.55% ഉയർന്നു. ഇത്തവണ ബിഡിജെഎസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സര രംഗത്തേക്കെത്തിയാൽ വോട്ട് ശതമാനത്തിൽ വർധനവുണ്ടാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇടുക്കി ഇത്തവണ കാണുക കനത്ത ത്രികോണ മത്സരമാകും. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.